Good morning. Good morning. Okay, start here. Okay, today we are going to start our second module. The second module mainly covers the three algorithms IDEA, AES, and RC4. So we know that encryption can be two types, block cipher and stream cipher. Block cipher means the plain text is divided into block at a time. The one block is converted into ciphertext, right? And stream cipher means at a time one bit is converted into ciphertext. നമ്മൾ ബ്ലോക്ക് സിഫറിന് ഒരു എക്സാമ്പിൾ പഠിച്ചത് എന്തായിരുന്നു? SDS and DS, right? ഫസ്റ്റ് മോഡ്യൂൾ കവർ ചെയ്ത രണ്ട് അൽഗോരിതമാണ്. So here IDEA and AES are block cipher. It's an example of block cipher, and RC4 is the example of stream cipher. So move on to our first algorithm, IDEA. IDEA is International Data Encryption Algorithm. Okay, so it is a symmetric encryption algorithm. Symmetric encryption means only the one key is used for both encryption and decryption. Okay, and it is a block cipher. It is a block cipher. So we know that ഏതൊരു എൻക്രിപ്ഷൻ അൽഗോരിതം ആയാലും അതിന് രണ്ട് ഇൻപുട്ട് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് കീ, റൈറ്റ്? ഹിയർ ദ സൈസ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് 64 ബിറ്റ്. 64 ബിറ്റ്. അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ബ്ലോക്കിന്റെ സൈസ് എന്താണ്? 64 ബിറ്റ്. ആൻഡ് ദ കീ സൈസ് ഈസ് 128 ബിറ്റ്. ഏതൊരു അൽഗോരിതം ആണെങ്കിലും നിങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റിന്റെയും കീയുടെയും സൈസ് അറിഞ്ഞിരിക്കണം. So here the plain text is 64 bit and the key size is 128 bit. DS-ന്റെ കേസിൽ എങ്ങനെയായിരുന്നു? 64 bit plain text and 56 bit key. Okay. Then മെയിനായിട്ട് IDEA യൂസ് ചെയ്യുന്നത് ഒരു പ്രോട്ടോകോൾ ആണ്, പ്രിറ്റി ഗുഡ് പ്രൈവസി, PGP. ഒരു ഇമെയിൽ പ്രൈവസി ടെക്നോളജിയാണ് പ്രിറ്റി ഗുഡ് പ്രൈവസി. നിങ്ങളിത് 5th മോഡ്യൂൾ പഠിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന അൽഗോരിതം IDEA. ഓക്കെ, ആൻഡ് IDEA യൂസസ് ബോത്ത് ഡിഫ്യൂഷൻ ആൻഡ് കൺഫ്യൂഷൻ ഫോർ എൻക്രിപ്ഷൻ. ദെൻ വാട്ട് ഈസ് ഇറ്റ്? ഡിഫ്യൂഷൻ ആൻഡ് കൺഫ്യൂഷൻ ഒരു എൻക്രിപ്ഷൻ ടെക്നിക്കായിരുന്നു. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് മോഡ്യൂൾ. കൺഫ്യൂഷൻ മീൻസ് it's a technique that ensures that the ciphertext gives no clue about the plain text. അല്ലേ, ഒരു സിഫർ ടെക്സ്റ്റ് കിട്ടിയാൽ അതിൽ പ്ലെയിൻ ടെക്സ്റ്റിന് യാതൊരു ക്ലൂ ഉണ്ടായിരിക്കില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് എന്ത് പറയുന്നത്? കൺഫ്യൂഷൻ എന്ന് പറയാം. എക്സാമ്പിൾ എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ആൻഡ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? സൈഫർ ടെക്സ്റ്റിൽ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ക്ലൂസ് ഉണ്ടാവും, ബട്ട് ഇവിടെ എന്താ? പ്ലെയിൻ ടെക്സ്റ്റിന്റെ റിഡൻഡൻസി നമ്മൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും.
Like it increase the redundancy of the plain text by spreading it across rows and columns. Just in the rows and columns rearrange ചെയ്യും. അങ്ങനെയാണ് എന്ത് പ്ലെയിൻ ടെക്സ്റ്റിന്റെ റിഡൻഡൻസി ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ഒരു ഐഡിയയുടെ കേസിൽ എന്താ, ഇറ്റ് യൂസസ് ബോത്ത് ഡിഫ്യൂഷൻ ആൻഡ് കൺഫ്യൂഷൻ ഫോർ എൻക്രിപ്ഷൻ. ഓക്കെ, സോ ഞാൻ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. സോ ഫസ്റ്റ് എന്താണ്, അവർ മെസ്സേജിന് ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈച്ച് ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് 64 ബിറ്റ്സ്. Okay, so this is a input plain text 64 bit. Then first this plain text is divided into block. 4 block ആയിട്ട് divide ചെയ്യും. First 64 bit input plain text is divided into 4 block P1, P2, P3, P4. Each consists of 16 bit. ഓരോ ബ്ലോക്കിന്റെയും ലെങ്ത് എത്രയാണ്? 16 bit. Then നിങ്ങൾക്കറിയാം ഓരോ എൻക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ ഫീസ്റ്റൽ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. റൗണ്ട്സ് ഉണ്ടാവും അല്ലേ? ഇവിടെ റൗണ്ട്സ് എത്രയാണ്? ഹിയർ റൗണ്ട്സ് ഈക്വൽ ടു 8. ഓക്കെ, 8 റൗണ്ട് ആണ്. സോ ഈ ഒരു ഡിവൈഡ് ചെയ്ത പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഫസ്റ്റ് റൗണ്ടിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്കറിയാം ഏതൊരു റൗണ്ട് ആണെങ്കിലും അതിന് ഇൻപുട്ട് ഉണ്ടാവും, 2 ഇൻപുട്ട് ഉണ്ടാവും, അല്ലെ ഒരു സബ് കീ ഉണ്ടാവും, ദെൻ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും, റൈറ്റ്? സോ ഇവിടുത്തെ സബ് കീ എന്ന് പറയുന്നത് 6 കീസ് ആയിരിക്കും. ഓക്കെ, മാസ്റ്റർ കീ എന്ന് പറഞ്ഞാൽ 128 ബിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ എന്താ, ഈ 128 ബിറ്റിന് 6 സബ് കീസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഓരോ സബ് കീന്റെ ലെങ്ത് എന്തായിരിക്കും? 16 ബിറ്റ് ആയിരിക്കും. 16 ബിറ്റ്. ഓക്കെ, അതായത് ഫസ്റ്റ് റൗണ്ടിലെ ഇൻപുട്ട് എന്താ? പ്ലെയിൻ ടെക്സ്റ്റ് അല്ലേ? പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും. ആൻഡ് ഇവിടെ എന്താ? 6 കീസ് ജനറേറ്റ് ചെയ്യും. ഓരോ കീയുടെയും ലെങ്ത് എന്താണ്? 16 ബിറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് റൗണ്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. യു വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് P1, P2, P3, P4. ദെൻ അടുത്ത റൗണ്ട് എന്തായിരിക്കും? അടുത്ത 6 കീസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതായിരിക്കും അടുത്ത റൗണ്ടിലെ അടുത്ത ഇൻപുട്ട്. ദെൻ ഓരോ റൗണ്ട് ഓപ്പറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു ഡിഫറൻസ് എന്താ? കീ ആയിരിക്കും. ഓക്കെ, ദെൻ ആഫ്റ്റർ 8th റൗണ്ട് വേറൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ എന്താ? 4 കീസ് യൂസ് ചെയ്യും. 4 കീസ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഔട്ട് C1, C2, C4, C3. ദെൻ അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഫൈനലി വി ഗെറ്റ് ദി സൈഫർ ടെക്സ്റ്റ്, 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ? അവർ ഇൻപുട്ട് 64 വിത്ത് ഇൻപുട്ടിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 4 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈച്ച് ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് 16 ബിറ്റ്സ്. ദെൻ റൗണ്ട് ഓപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഇതായിരിക്കും ഇൻപുട്ട്. ദെൻ കീസ് എന്തായിരിക്കും? 6 കീസ് ആയിരിക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, അടുത്ത ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഓരോ കീയുടെയും ലെങ്ത് എന്താ? 16 ബിറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ 8 റൗണ്ട് പെർഫോം ചെയ്യും. ദെൻ ഫൈനലി ഇതിൻ്റെ ഔട്ട് എന്താ? ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ അഗെയിൻ എന്താ? ഒരു 4 കീസ് യൂസ് ചെയ്യും. ദെൻ ഫൈനലി വി ഗെറ്റ് ദി C1, C2, C3, C4 ബ്ലോക്ക് കിട്ടും. ദെൻ combine these blocks we will get the output ciphertext, 64 bit output ciphertext. So ഇത് ഓക്കെ ആണോ? Is it clear? Is it clear? എയ്റ്റ് റൗണ്ട്സ് ഉണ്ടാവും. ഓരോ റൗണ്ടിലും എന്താ? 6 കീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ കീയുടെയും സൈസ് എത്രയാണ്? 64 ബിറ്റ്. ഓക്കെ ആണോ? ശ്രീഷ്മ, ദിൽന, മസ്ന, ദേവിക?
നെക്സ്റ്റ് അൽഗോരിതം നോക്കാം. സെയിം തന്നെ നമ്മുടെ ഫിഗറിൽ എന്താണോ പറയുന്നത് വേർഡിങ്സിൽ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. സോ ഹിയർ the P1 to P4 are input to the first round of the algorithm. There are 8 such rounds and the key consists of 128 bits. In each round, the 6 subkeys are generated from the original key, each of the subkeys of 16 bits. And there are 6 subkeys are applied to the 4 input blocks P1 to P4. And thus for first round, we will have the 6 keys K1 to K6. So first round, 6 key ഉണ്ടാവല്ലേ, that is K1 to K6. Similarly for 8th round, we will have the keys K46 to K48. Okay, then final step consists of an output transformation which uses just 4 subkey K45 to K52. Okay, then the final output produced by the output transformation step, which is 4 blocks of ciphertext named C1 to C4, each of 16 bits that are combined to form the final 64-bit ciphertext block. Okay, നിങ്ങൾ ഈ ഒരു ഫിഗർ ഓർത്തിരിക്കുക. ഇതിന്റെ ബേസിൽ അൽഗോരിതം എഴുതും. കാര്യമായിട്ട് എന്താ പറയേണ്ടത്, ഇൻപുട്ട് എത്ര സൈസ് ആണ്, 64 ബിറ്റ് ആണ്. ഇറ്റ്സ് അഗൈൻ ഡിവൈഡഡ് ഇൻടു 4 ബ്ലോക്ക്, ഈച്ച് കൺസിസ്റ്റ് ഓഫ് 16 ബിറ്റ്സ്. സോ ദർ ആർ 8 റൗണ്ട്സ്. ഓക്കെ, ഓരോ റൗണ്ടിൽ എന്താ ഈ ഇൻപുട്ട് പ്ലെയിൻ ടെക്സ്റ്റ് അപ്ലൈ ചെയ്യും, ദെൻ 6 കീസ് ജനറേറ്റ് ചെയ്യും, ദെൻ ഈച്ച് കീ സൈസ് ഈസ് 16 ബിറ്റ്. ദെൻ ആഫ്റ്റർ 8 റൗണ്ട്സ് ദ ഇൻപുട്ട് ഈസ് the output of around 8 is passed to the output transformation. അവിടെ നമ്മൾ എന്ത് ചെയ്യും, 4 subkeys യൂസ് ചെയ്യും. ദെൻ നമുക്ക് എന്ത് കിട്ടും, C4 ബ്ലോക്ക് കിട്ടും, C1, C2, C3, C4. ദെൻ ഫൈനലി ഇതിനെ കമ്പൈൻ ചെയ്യും, ഫൈനൽ സൈഫർ ടെക്സ്റ്റ് കിട്ടും. ദെൻ നെക്സ്റ്റ് ഓരോ റൗണ്ടിലും എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ ഒരു റൗണ്ടിൽ 16 സ്റ്റെപ്സ് ഉണ്ട്. ഓരോ റൗണ്ടിലും 16 സ്റ്റെപ്സ്, 14 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതൊരു ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കീവേഡ് ഉണ്ട്, മാം എക്സ് എക്സ് മാമ എക്സ് 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 മാം എക്സ് എക്സ് മാമ എക്സ് എക്സ്. എം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡിഷൻ, എക്സ് ഫോർ എക്സോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാണ്. നമുക്കറിയാം നാളെ പ്ലെയിൻ ടെക്സ്റ്റ് എന്താ, P1, P2, P3 ആൻഡ് P4. ഓക്കെ, P1, P2, P3 ആൻഡ് P4. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റിന് 4 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് P1, P2, P3, P4. ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ P1ന്റെ കൂടെ എം അല്ലേ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഫസ്റ്റ് കീ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. P1 മൾട്ടിപ്ലൈ വിത്ത് K1. ഓക്കെ, ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ, P2 എ അല്ലേ, അപ്പോൾ അഡീഷൻ ആയിരിക്കും, P2 ആഡഡ് വിത്ത് ദ കീ K2. ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ എന്തായിരിക്കും, അഡീഷൻ ആണല്ലോ, ഓക്കെ, K3 ആയിട്ട് ആഡ് ചെയ്യും. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പിൽ P4 മൾട്ടിപ്ലൈ വിത്ത് K4. ഓക്കെ, സോറി, K4. ഫസ്റ്റ് എന്താ, ഫസ്റ്റ് 4 സ്റ്റെപ്പ് നിങ്ങൾ റൈറ്റ് ചെയ്യുക. പ്ലെയിൻ ടെക്സ്റ്റ് P1, P2, P3 എവിടെ റൈറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യണം, P1 മൾട്ടിപ്ലൈ വിത്ത് K1 ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് P2 is added with K2 and third one
P3 added with K3, and fourth step P4 multiply with K4. Okay, and next fifth, sixth step. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഞാൻ ഓഡ് സ്റ്റെപ്പ്, ഏതാ ഓഡ് സ്റ്റെപ്പ്? 1ഉം 3ഉം ഓഡ് സ്റ്റെപ്പാണ്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ S1 എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ നോക്കി എക്സ് എക്സ് ആണ്, എക്സോർ ആണ് അല്ലേ, S1 എക്സോർ S3 ചെയ്യും. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ S2 എക്സോർ S4. ഓക്കെ, ഫിഫ്തിൽ എന്താ ചെയ്യുന്നത്? S1 എക്സോർ S3 ആൻഡ് സിക്സ്തിൽ S2 എക്സോർ S4. ഓക്കെ, ഇതുവരെയായി. നെക്സ്റ്റ് 7th, 8th, 9th, 10th step. So ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ the fifth step SY. Here M ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. മൾട്ടിപ്ലൈ വിത്ത് K5. ഓക്കെ, ആൻഡ് 8th സ്റ്റെപ്പിൽ സിക്സ്ത് സ്റ്റെപ്പിലെ റിസൾട്ട് ആഡഡ് വിത്ത് 7th സ്റ്റെപ്പിലെ റിസൾട്ട്. എ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ 8th സ്റ്റെപ്പിന്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ വിത്ത് 6th കീ. ഓക്കെ, ആൻഡ് 10th സ്റ്റെപ്പിൽ എന്താ അഡീഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഹിയർ എന്തായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക? S7 പ്ലസ് S9. അതായത് 7th സ്റ്റെപ്പിലെ റിസൾട്ടും 9th സ്റ്റെപ്പിലെ റിസൾട്ടും എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു 4 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ റിമെമ്പർ ചെയ്യാം, എക്സാമിന് ചോദിക്കും ഐഡിയയിലെ സിംഗിൾ റൗണ്ട്സിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന്. ഇനി ഏതൊക്കെയാണ് സ്റ്റെപ്സ്? നെക്സ്റ്റ് 11th, 12th, 13th, 14th. ഓക്കെ, സോ ഇവിടെ എന്താ എല്ലാം x6 ആണ് അല്ലേ, അപ്പോൾ XOR ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് XOR വിത്ത് 9th സ്റ്റെപ്പ്. ഓക്കെ, ആൻഡ് തേർഡ് സ്റ്റെപ്പിലെ റിസൾട്ട് XOR വിത്ത് 9th സ്റ്റെപ്പിലെ റിസൾട്ട്. ആൻഡ് 13th സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ S2 XOR S10. And here S4 XOR S10. Okay, 11th സ്റ്റെപ്പിൽ എന്താണ്? S1 XOR S9, and 12th S3 XOR S9, and 30th S2 XOR S10, and S4 എന്താ ചെയ്യുന്നത്? 14th സ്റ്റെപ്പിൽ S4 XOR S10. ഓക്കെ, സോ ഇവിടെ കിട്ടുന്ന ഇൻപുട്ട്, ഇവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് അതായിരിക്കും നെക്സ്റ്റ് റൗണ്ടിലെ ഇൻപുട്ട്. നമുക്ക് എന്താ പറയാം? P-1, P2-, P3- ആൻഡ് P4-. നമുക്കറിയാം ഓരോ റൗണ്ടിലും ഇൻപുട്ട് വേണമല്ലോ. അപ്പോൾ ഈ 11th, 12th, 13th, 14th കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് റൗണ്ടിലെ ഇൻപുട്ട്. ഓക്കെ ആണോ? അപ്പോൾ സിംഗിൾ റൗണ്ടിൽ 14 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ഓപ്പറേഷനും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കീവേഡ് ഓർത്തിരിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് 4 സ്റ്റെപ്പ് ഇവിടെ റൈറ്റ് ചെയ്യാം. അവിടെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് P1, P2, P3, P4 എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? P1 K1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദെൻ സെക്കൻഡിൽ P2 ആഡഡ് വിത്ത് K2, ആൻഡ് തേർഡിൽ P3 ആഡഡ് വിത്ത് K3, ആൻഡ് P4 മൾട്ടിപ്ലൈ വിത്ത് K4. ആൻഡ് 5 and 6 എഴുതാം. എന്തായിരുന്നു?
ഫസ്റ്റ് സ്റ്റെപ്പിലെ റിസൾട്ട് XOR വിത്ത് തേർഡ് സ്റ്റെപ്പിലെ റിസൾട്ട്. ആൻഡ് സിക്സ്ത് സ്റ്റെപ്പിൽ S2 XOR S4. ഓക്കെ. ആൻഡ് 7, 8, 9, 10 ഇവിടെ എന്താ S5 ഇൻറ്റു K5, S6 പ്ലസ് S7, S8 ഇൻറ്റു K6 ആൻഡ് S7 പ്ലസ് S9. ഓക്കെ. ആൻഡ് 11, 12, 13, 14 ഇവിടെ എന്താ ചെയ്യുന്നത് S1 XOR S9, 12th S3 XOR S9, 13th S2 XOR S10, 14th S4 XOR S10. സോ ഇതിൽ ഔട്ടായിരിക്കുന്നത് നെക്സ്റ്റ് റൗണ്ടിൽ ഇൻപുട്ട്. Is it clear? ഓക്കെ ആണോ 14 സ്റ്റെപ്പ്? അനുഗ്രഹ്, അതുൽ, ശ്രീഷ്മ, മസ്ന, റൈസ, പ്രണവ് എ, നിതിൻ, നേഹ, നിങ്ങൾ ആ കോഡും ഓർത്തിരിക്കുക, ഈ സ്റ്റെപ്സും ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ഐഡിയൻ്റെ അൽഗോരിതം ചോദിച്ചാൽ നിങ്ങൾ ആ ഫിഗർ വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. സിംഗിൾ റൗണ്ട് ചോദിച്ചാൽ സിംഗിൾ റൗണ്ടിൽ 14 സ്റ്റെപ്സ് ഉണ്ട്, ആ 14 സ്റ്റെപ്സ് അവിടെ റൈറ്റ് ചെയ്യും. സോ ഇത് സിംഗിൾ റൗണ്ടിൻ്റെ ഫിഗർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്സ് അറിയുന്നുണ്ടെങ്കിൽ ഈ ഫിഗർ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ത് വേണം P1, P2, P3, P4. സോ ഇതാണ് അവ ഇൻപുട്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് P1 K1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, P2 എന്താ ആഡഡ് വിത്ത് K2 ആൻഡ് P3 K3 ആയിട്ട് ആഡ് ചെയ്യുന്നു, P4 എന്ത് ചെയ്യുന്നു K4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലേ ഫസ്റ്റ് 4 സ്റ്റെപ്പിൽ. ആൻഡ് ഫിഫ്ത്തും സിക്സ്ത്തും എന്താ ചെയ്യുന്നത് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പിന്റെ റിസൾട്ട് തേർഡ് സ്റ്റെപ്പിന്റെ റിസൾട്ട് ആയിട്ട് XOR ചെയ്യാണ് ഇവിടെ. ഓക്കെ. ദെൻ അതുപോലെ എന്താ സിക്സ്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പിലെ റിസൾട്ട് ഈസ് XOR വിത്ത് ഫോർത്ത് സ്റ്റെപ്പിലെ റിസൾട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം, നിങ്ങൾക്ക് തന്നെ ഇത് ഡ്രോ ചെയ്യാൻ പറ്റും. ആ 14 സ്റ്റെപ്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ. 8 റൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 8 റൗണ്ട് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ഓപ്പറേഷൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. സോ ഇവിടെ എന്താ ഓപ്പറേഷൻ നടക്കുന്ന നോക്കാം. ഇവിടെ ഓപ്പറേഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള കീവേഡ് മാം. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം 8th സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇതാണ് 8th സ്റ്റെപ്പ് റൗണ്ട് 8 ഔട്ട് കിട്ടും അല്ലേ. നമുക്ക് ആ ഔട്ടിനെ R1, R2, R3, R4 ആയിട്ട് റീനെയിം ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ബ്ലോക്ക് R1 എന്ത് ചെയ്യുന്നു കീ വെച്ചിട്ട് ആഡ് ചെയ്യാണ്. നമുക്കറിയാം ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷനിൽ എത്ര കീ യൂസ് ചെയ്യുന്നുണ്ട് 4 കീ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കീ ആണ് K49, K50, K51, K52. ജസ്റ്റ് കീ നെയിം കൊടുക്കുകയാണ് K45, 49, K50, K51, K52. ഓക്കെ. എന്താ ചെയ്യുന്നത് R1 കീ ആയിട്ട് ആഡ് ചെയ്യാണ്, ഫസ്റ്റ് കീ അതായത് K45 ആയിട്ട് ആഡ് ചെയ്യാണ്, സോറി മൾട്ടിപ്ലൈ ചെയ്യാണ്, മൾട്ടിപ്ലൈ വിത്ത് K49.
ഓക്കെ. ദെൻ R2 എന്ത് ചെയ്യുന്നു, അടുത്ത K2 K55 വെച്ചിട്ട് ആഡ് ചെയ്യുന്നു. ദെൻ R3 എന്ത് ചെയ്യുന്നു, തേർഡ് കീ അല്ലേ, അതായത് K51 വെച്ചിട്ട് എന്താ ആഡ് ചെയ്യാണ്, K51. ആൻഡ് R4 എന്ത് ചെയ്യുന്നു, ഫോർത്ത് കീ അതായത് K52 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, K52. ഓക്കെ. ഫൈനൽ എന്ത് കിട്ടും, C1 C2 C3 C4. ദെൻ ഇതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 64-bit സൈഫർ ടെക്സ്റ്റ് കിട്ടും. ഓക്കെ. ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള അതിലെ സ്റ്റെപ്സ് ഓർത്തിരിക്കാനുള്ള കീവേഡാണ് മാർക്ക്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, R1 മൾട്ടിപ്ലൈ വിത്ത് ദ കീ K1, അതായത് K49. നമുക്ക് ഇവിടെ ജസ്റ്റ് K49. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് add R2 and K50. Okay. And third step add R3 and K51. And fourth step multiply R4 and K52. Then ഇതിൻ്റെ ഫിഗറാണിത്. ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റെപ്പ് പറയുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്താണ് ഈ ഒരു ഫിഗർ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് R1 R2 R3 R4. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, K1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് K45 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ R2 ആഡഡ് വിത്ത് K50 and R3 added with K51 and R4 multiply with K52. ഫൈനൽ എന്ത് കിട്ടും, റിസൾട്ട് C1 C2 C3 C4. ദെൻ ഇതിന് കമ്പൈൻ ചെയ്താൽ ഫൈനൽ ഔട്ട്പുട്ട് സൈഫർ ടെക്സ്റ്റ് 64-bit കിട്ടും. ഓക്കെ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു, ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? അനുഗ്രഹ്, ശ്രീഷ്മ, ദേവിക. ഓക്കെ. നെക്സ്റ്റ് സബ് കീ ജനറേഷൻ ആണ്. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ ഐഡിയ? ഐഡിയ, അൽഗോരിതം ആൻഡ് സിംഗിൾ റൗണ്ട് ആൻഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ, ഇത്രയും ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? കാർത്തിക്, കീർത്തന, സിനാൻ.
എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഐഡിയയിലെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ സൈസ് എത്രയാണ്? പ്ലെയിൻ ടെക്സ്റ്റ് സൈസ് ഐഡിയ. Karthik. (64 bit) and key size? Kirtana 6 bit ആണോ? 128 bit. മാസ്റ്റർ കീ എന്ന് പറയുന്നത് 128 ബിറ്റ് ആണ്. ഓക്കെ, ദെൻ ഐഡിയയിൽ എത്ര റൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് ജസ്ന? മസ്ന 8 റൗണ്ട്. ഓക്കെ, ഓരോ റൗണ്ടിലും എത്ര കീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കീസ് യൂസ് ചെയ്യുന്നുണ്ട്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? 6 സബ് കീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ കീസിൻ്റെയും സൈസ് എത്രയാണ്? 16 ബിറ്റ്സ് ആണ്. ആർക്കെങ്കിലും ഐഡിയൻ്റെ ഒരു ഓവർവ്യൂ പറയാൻ പറ്റുമോ? എന്താണ് നടക്കുന്നത്, അൽഗോരിതം എന്ന് പറയാൻ പറ്റുമോ? റൗണ്ട്സ് അല്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ. മസ്ന പറയാൻ പറ്റുമോ? ഐഡിയ എന്ന് പറയുന്നത് സിമെട്രിക് എൻക്രിപ്ഷൻ ആണ്. പിന്നെ അതിൽ ബ്ലോക്ക് സീക്വർ ആണ്. ഇത് ആദ്യം പ്ലെയിൻ ടെക്സ്റ്റ് 64 ബിറ്റ് ഉണ്ട്. അതിന് 4 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ബ്ലോക്ക് 16 ബിറ്റ് ഉണ്ടാവും. 8 റൗണ്ട്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഓരോ റൗണ്ടിലേക്ക് ഈ 4 ബ്ലോക്ക് ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കും. 6 സബ് കീസും ഉണ്ടാവും. മാസ്റ്റർ കീ എന്ന് പറയുന്നത് 128 ബിറ്റ് ആയിരിക്കും. 16 ബിറ്റുള്ള 6 സബ് കീ ആണ് ഓരോ റൗണ്ടിലേക്കും ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അപ്പൊ 8 റൗണ്ട് കഴിഞ്ഞ് നമുക്ക് 16 ബിറ്റുള്ള 4 സൂപ്പർ ബ്ലോക്സ് കൊടുക്കും. 8 റൗണ്ട്സ് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷനിൽ കൊടുക്കുമ്പോൾ 4 സൂപ്പർ ടെക്സ്റ്റ് 16 ബിറ്റ് ബ്ലോക്ക് കിട്ടും. അതൊക്കെ ലാസ്റ്റ് കമ്പൈൻ ചെയ്ത് 64 ബിറ്റ് സൂപ്പർ ടെക്സ്റ്റ്. ഓക്കെ, വെരി ഗുഡ് മസ്ത. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ. കുറേ അൽഗോരിതംസ് ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ ആവും, ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, absent. Abhinand, Abhinav, absent. Adarsh, Advait, Ajmal, present miss. Agil, absent. Then Anaga,